നമ്മുടെ വാഹനത്തിന് നോർമൽ ഗിയർ ബോക്സും മറ്റുള്ളതിന് മറ്റേ DCT ഗിയർ ബോക്സും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് മറ്റവൻ കയറി പോകും. AMD-യേക്കാളും ബെറ്ററാണ് ഇതിന് 100% AMD-യേക്കാളും ബെറ്റർ ആണെന്ന് പറയേണ്ടത്. റോമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് ടാറ്റയുടെ ഓൾട്രോസ് ആണ്. അപ്പോൾ ഓൾട്രോസിൻ്റെ എന്താണ് കൂടുതലായിട്ട് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾട്രോസ് നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു കാര്യമാണ്. ഓൾട്രോസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വാഹനങ്ങളിലൊന്നാണ്. 5 സ്റ്റാർ സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സേഫ്റ്റി ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേരോടുകൂടി തന്നെ കയറി വന്നൊരു വാഹനമാണ്. അപ്പോൾ ഓൾട്രോസിന് ഇത്ര നാൾ ഒരു മാനുവലായിട്ടുള്ള ഒരു വേരിയൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് AMG ആണ് നോർമലി ബഡ്ജറ്റ് കാറുകളിൽ വരുന്നത്. പക്ഷേ ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്കാണ്. ഏകദേശം 10-10.5 ലക്ഷം രൂപയോളം വരുന്നൊരു വാഹനമാണ്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ടാറ്റ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എപ്പോഴും ഒരു വെറൈറ്റി ആയിരിക്കും. കാരണം എല്ലാ മാസവും അല്ലെങ്കിൽ 2-3 മാസങ്ങൾ കൂടുമ്പോഴും പുതിയ പുതിയ വേരിയൻറ്റുകൾ അവതരിപ്പിക്കുക, ആൾക്കാരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള മോഡലുകൾ ഇറക്കുക, ഇതൊക്കെ ടാറ്റയുടെ ഒരു പ്രത്യേക ഒരു വിനോദമായിട്ട് മാറിയിരിക്കുന്നതാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം അവരുടെ ഡിസൈനും ഒക്കെ ഓരോ ടൈം ഓരോ വണ്ടികൾ ഇറക്കുന്ന സമയത്തും കിടിലൻ ഡിസൈൻസും അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മനസ്സിലായി. കാരണം അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഇവരുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് 2.0 ഡിസൈനാണ്. അപ്പോൾ ആ ഡിസൈൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പ്രാവശ്യം ഇത് ടാറ്റ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു പ്രാവശ്യമെങ്കിലും ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കയറണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെയാണ്. നമ്മൾ ഒറ്റ കാഴ്ച തന്നെ ഇഷ്ടപ്പെടണം, ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു പുതിയ ഗിയർ ബോക്സിനാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. DCA എന്ന് പറയുന്നൊരു ഗിയർ ബോക്സ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DCT ട്രാൻസ്മിഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് DCA എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 45ഓളം പേറ്റൻറ്റുകളുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഈ ഗിയർ ബോക്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ഈ വണ്ടി കാരണം വേറെ ചേഞ്ചസ് ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും നമുക്കൊന്ന് ചുറ്റും ഒന്ന് നടന്നു നോക്കാം. അപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞ വണ്ടിയുടെ പുറകിലെത്തി. അപ്പോൾ പുറകിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്രോസിൻ്റെ ഓൾട്രോസ് എഴുതിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ DCA എന്ന് പറയുന്ന ബാഡ്ജിങ്, അതായത് നമ്മുടെ വണ്ടി അതായത് DCA ഗിയർ ബോക്സ് ആണെന്നാണ് വാഹനത്തിൻ്റെ ഒരു ബാഡ്ജിങ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഓർത്ത് സാധാരണ നമ്മുടെ വാഹനങ്ങളിലൊക്കെ വേരിയൻസിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടാകും. പക്ഷേ ടാറ്റ ഓൾട്രോസിനെ സംബന്ധിച്ച് അവരുടെ ഒരു വേരിയൻസിനകത്തും ഈ ഓൾട്രോസിനകത്ത് എഴുതിയിട്ടില്ല എന്ന വേരിയൻ്റ് ആണെന്നുള്ളത്. അപ്പം ഈ DCA എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഏതൊക്കെ വാഹനങ്ങളാണെന്ന് നോക്കാം. ഏറ്റവും ലോ എൻഡ് അല്ലെങ്കിൽ ബേസ് മോഡലുകളിൽ നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അവൈലബിൾ അല്ല. നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് XM, XT, XZ, അതുപോലെ ഡാർക്ക് എഡീഷൻസിൽ അതിൻ്റെ എല്ലാ ഓട്ടോമാറ്റിക് വേരിയൻസ് ആണ് വന്നത്. അപ്പം ബാക്കിലെ കാഴ്ച കണ്ടു, സൈഡിലൊരു ചേഞ്ചസ് ഇല്ല. ഇനി ഫ്രണ്ടിലും കൂടെ നമുക്ക് നോക്കാം. നോക്കിയിട്ട് വലിയ വ്യത്യാസമൊന്നും നിങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രൈവിലേക്ക് പോകും. അപ്പം ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരുന്നതിന് ശേഷം എന്താണ് DCA ഗിയർ ബോക്സ് എന്ന് നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസങ്ങളും കാണാനില്ല. നമ്മൾ ഓൾട്രോസ് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റോഡിൽ നിത്യസാന്നിധ്യമായിട്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോമേഷോയിൽ ധാരാളം വെഹിക്കിൾ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഓൾട്രോസിൻ്റെ DCA ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്റ്റീരിയർ കൂടുതൽ പറയാതിരുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആകപ്പാടെ ഒരു സ്റ്റിക്കറിങ്ങിൻ്റെ കാര്യം DCA എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. അപ്പം ഇനി നമുക്ക് DCA എന്താണെന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. DCA ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. അപ്പോൾ അതിനെ DCA എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ DCT സാധാരണ നോർമൽ DCT വാഹനങ്ങളിൽ വരുന്നൊരു ടെക്നോളജിയിൽ നിന്ന് വ്യത്യാസമായിട്ട് പ്ലാനറ്ററി ഗിയേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ടാറ്റ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗിയർ ബോക്സ് അങ്ങനെ വരുന്നത്, പ്ലാനറ്ററി ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ചില ഷാഫ്റ്റുകൾ വെച്ചിട്ടായിരുന്നു ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാറിൻ്റെ 1, 3, 5 അങ്ങനെയുള്ള ഗിയർ, 2, 4 അങ്ങനെ വരുന്ന ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ നോർമലി പഴയ മാനുവൽ വണ്ടിയുടെ ഒക്കെ അകത്താണെങ്കിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഇങ്ങനെ പോകുമ്പം നമ്മൾ 5ാമത്തെ ഗിയർ വരെ എത്തുമ്പം കുറച്ചൊരു ടൈം ഡിലേ ഉണ്ടാവും. ഇത് ഒരു ഷിഫ്റ്റിങ്ങിനകത്തുള്ള ടൈം ഡിലേ എന്ന് പറയുന്നത് മൈക്രോ സെക്കൻഡുകളുടെ കണക്കാണ് കേട്ടോ, അല്ലാതെ വലിയ 1-2 സെക്കൻഡുകളുടെ ഡിലേ അല്ല. നിയർലി AMD ഒക്കെ വരുമ്പോൾ 1/2 സെക്കൻഡ് ഡിലേ വരുമെന്നാണ് പറയുന്നത്. അപ്പം നോർമലി DCT ഗിയർ ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് എഡിഷൻ ആയിട്ടുള്ള വാഹനങ്ങളിലും റേസ് ട്രാക്കിലുള്ള വാഹനങ്ങളും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാറുകളിൽ കൂടിയ കാറുകളിലൊക്കെയാണ് DCT വരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി മാനുവൽ ഗിയർ ഷിഫ്റ്റുകൾ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കാർ ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത കൂടണമെന്നൊന്നും ഒരു ഇതില്ല, അത് അത്രയും ടൈം ഡിലേ എടുക്കും. പക്ഷേ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിക്ക് DCT അല്ലെങ്കിൽ DCA എന്ന് പറയുന്നത്. DCA എന്ന് പറയുന്നത് പുതിയ ടെക്നോളജിയാണ്. DCT എന്ന് പറയുന്ന ഗിയർ ബോക്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടും ഈവനും സെറ്റായിട്ടുള്ള ഗിയേഴ്സിനെ ഈസി ആയിട്ട് എൻഗേജ് ചെയ്യിക്കുന്ന ടെക്നോളജിയാണ് DCT എന്ന് പറയുന്നത്. അപ്പം നോർമലി അതൊരു ഡ്രൈ ക്ലച്ചായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് DCT നിങ്ങൾ കേട്ടിട്ടുണ്ട്, പല വാഹനങ്ങൾക്കും DCT ഗിയർ ബോക്സ് വെച്ച വാഹനങ്ങൾക്ക് പലതും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നോർമലി ഡ്രൈ ക്ലച്ച് വരുന്ന വാഹനങ്ങളിലാണ് ഓവറായിട്ട് ഹീറ്റായിട്ട് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള മിക്ക വണ്ടികൾക്കും അല്ലെങ്കിൽ അവർ മാക്സിമം വെറ്റ് ക്ലച്ചാണ് കൊണ്ടുവരുന്നത്. വെറ്റ് ക്ലച്ച് കൊണ്ടുവരുന്നതിന് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് ആകാതെ ആ ഒരു ഗിയർ ബോക്സ് പ്രശ്നമില്ലാതെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. അത്തരത്തിൽ നോക്കുമ്പോൾ ടാറ്റ കൊണ്ടുവന്നിരിക്കുന്ന DCA എന്ന് പറയുന്ന പ്ലാനറ്ററി ഗിയേഴ്സ് വെച്ചിട്ടുള്ള ഏറ്റവും പുതിയ ടെക്നോളജി, ഏകദേശം 45ഓളം പേറ്റൻറ്റുകൾ കിട്ടിയ ഒരു ഗിയർ ബോക്സ് ആണ്. ആ ഗിയർ ബോക്സ് ആണ് ഏറ്റവും പുതിയ ഒരു ടെക്നോളജി ആയിട്ട്, അല്ലെങ്കിൽ ഇത് ഇത്ര നാളും ഓൾട്രോസിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ പോലും ഒരു വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു 6 സ്പീഡായിട്ടുള്ള DCA ഗിയർ ബോക്സ് ആയിട്ടാണ് വാഹനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടാറ്റയുടെ അൾട്രോസിൽ ഈ DCA എങ്ങനെയാണ് വർക്ക് നോക്കാം, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, വേൾഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനറ്ററി ഗിയർ സിസ്റ്റം ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ്, അതായത് ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത്. അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണെന്നാണ് ടാറ്റ ഇതിനെ അവകാശപ്പെടുന്നത്. അപ്പം ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രൈ ക്ലച്ചാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെറ്റ് ക്ലച്ചാണ് വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള പ്രശ്നം ഇന്ത്യൻ റോഡുകളിലൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയത്ത് വാഹനം നമ്മൾ ഗിയർ ഷിഫ്റ്റുകളുടെ എണ്ണം കൂടുതലാണ്. കാരണം ട്രാഫിക് കൂടുതലായതുകൊണ്ട് ഗിയർ ഷിഫ്റ്റുകളുടെ എണ്ണം പൊതുവേ കൂടുതലാണ്. നമ്മൾ ട്രാഫിക് ബ്ലോക്കുകളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഹെവി ട്രാഫിക്കിലൂടെ പോകേണ്ടി വരും. ആ സമയത്ത് നമ്മളിങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഫസ്റ്റും തേർഡും സെക്കൻഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ ബോക്സ് ചൂടായി കഴിഞ്ഞാൽ വണ്ടിയുടെ എഫിഷ്യൻസി അത് പൊതുവായിട്ട് ബാധിക്കും. അത് ഒത്തിരി ചൂടായി കഴിഞ്ഞാലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫയർ ആകാനുള്ള വരെ ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വെറ്റ് ക്ലച്ചിലേക്കാണ് ഇപ്പോൾ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയിട്ടാണ് ഇതിനെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം, ഈ DCAയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 35% പാർട്ടുകൾ, ഇപ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള DCT ഗിയർ ബോക്സിൽ നിന്ന് ഒരു 35% പാർട്സിനെ കുറയ്ക്കാൻ പറ്റി എന്നുള്ളത് വേറൊരു വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കൂടുതലായിട്ട് CVT ട്രാൻസ്മിഷൻസ് ഒക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലും കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഓൾട്രോസിന് ടാറ്റ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെറ്റ് ക്ലച്ച് എന്നാണ് പറഞ്ഞത്. വെറ്റ് ക്ലച്ച് വിത്ത് ആക്റ്റീവ് കൂളിംഗ് സിസ്റ്റം ആണ് ഇതിനകത്തുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലച്ച് ചൂടാകാതിരിക്കാനായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സെക്കൻഡിൽ 100 പ്രാവശ്യം ഇതിനെ ടെമ്പറേച്ചറിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അത്രയും ഫാസ്റ്ററായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ചെക്കിംഗ് നടക്കുന്നത്. അതിന് ശേഷം അതിനെ കൂൾ ചെയ്ത് കറക്റ്റായിട്ട് ഗിയർ ബോക്സിൻ്റെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടെക്നോളജി ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ബോക്സ് പെട്ടെന്ന് ചൂടാവുകയോ അല്ലെങ്കിൽ അത് വെഹിക്കിളിൻ്റെ പെർഫോമൻസിനെ യാതൊരു തരത്തിലും ബാധിക്കുന്നതായിരിക്കത്തില്ല. അപ്പം അടുത്തതായിട്ട് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഹീലിംഗ് ടെക്നോളജി എന്നാണ് പറയുന്നത്. ഇത് സാധാരണ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ മുറിവ് ഉണങ്ങുന്നത് പോലെ തുല്യമായിട്ടുള്ള എന്നാണ് ഹീലിംഗ് എന്നുള്ള ഒരു വാക്കിന് അർത്ഥം എന്ന് നമുക്ക് ഏകദേശം സിമ്പിളായിട്ട് പറയാം. ഈ വാഹനത്തിനകത്തും സാധാരണ നമ്മുടെ ഈ ഒരു ഗിയർ ബോക്സിനകത്തേക്ക് പൊടികളൊക്കെ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം പ്രത്യേകിച്ച് DCT ഗിയർ ബോക്സിൽ പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ അതിനുണ്ടാകാറുണ്ട്. അപ്പം നോർമലി നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്കറിയാം, പല ടെറൈൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് താർ മരുഭൂമിയിൽ കൊണ്ടും നമുക്ക് ഈ വാഹനം ഓടിക്കാം, അതുപോലെ കർദുങ്ങയിലും ഏറ്റവും തണുപ്പുള്ള സ്ഥലത്തായിട്ടുള്ള കർദുങ്ങയിലും കൊണ്ട് നമുക്ക് ഈ ഒരു കാറിനെ ഓടിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസിൽ ഓടിക്കുമ്പം ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസും മോയ്സ്റ്റ് കണ്ടന്റ് അങ്ങനത്തെ കണ്ടൻസൊക്കെ ഗിയർ ബോക്സിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ടോട്ടോ അൾട്രോസിൻ്റെ ഈ ഒരു DCA എന്ന് പറയുന്ന ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ടെക്നോളജി വെച്ചിട്ട് ഇത് കുറച്ചും കൂടെ ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ടെക്നോളജി, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് വെച്ചിട്ട് ഈ വാഹനം ഈ ഒരു സെൽഫ് ഹീലിംഗ് ടെക്നോളജി കൊണ്ടുവന്ന് അകത്ത് കയറിയിരിക്കുന്ന ഡസ്റ്റുകളും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെയും എലിമിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഇതിൻ്റെ ഒരു റിപ്പയറിംഗ് നടത്തുക അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആരോഗ്യത്തെ പരിരക്ഷിക്കുന്ന ഒരു ഗിയർ ബോക്സും കൂടിയാണ് DCAയുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം സെൽഫ് ലേണിംഗ് ആണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് നമുക്കറിയാം, MGയുടെ പല വാഹനങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഇതിനോട് പറയുമ്പോൾ നമ്മുടെ ബിഹേവിയറുകൾ അത് കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂടിയ വണ്ടികൾ, ഇപ്പോൾ ഓൾവേയുടെ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് ബിഹേവിയറൊക്കെ അത് പഠിക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനത്തെ ഒരു ബിഹേവിയറലായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ പോലും നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സിനെ വാഹനം പഠിക്കുന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു DCA ഗിയർ ബോക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾഡ് ആകുമ്പോൾ നമ്മുടെ ഷിഫ്റ്റിംഗ് പാറ്റേൺസും നമ്മുടെ രീതികളൊക്കെ ഗിയർ ബോക്സ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു റോഡിൽ കൂടെ ഓടിക്കുമ്പം ഇപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുകയാണ്, അപ്പോൾ ഞാൻ ചിലപ്പം ഭയങ്കര സ്പീഡറായിട്ട് ഗിയർ ഷിഫ്റ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അമിതമായിട്ട് ബ്രേക്ക് ചെയ്യുന്നവരായിരിക്കും. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവർ ആയിരിക്കണം നിർബന്ധമില്ല. പക്ഷേ എനിക്ക് പോലും എൻ്റെ രീതികളെ പോലും ആ ഒരു വാഹനം മനസ്സിലാക്കി അതിലേക്ക് സ്റ്റോറേജ് എടുക്കും, നമ്മളുടെ ഡ്രൈവിംഗ് മെക്കാനിസംസ് സ്റ്റോറേജ് എടുക്കും. അപ്പോൾ അത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മളിപ്പം സ്ഥിരമായിട്ട് ഒരാൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പോൾ വണ്ടിക്കും അത് മനസ്സിലാക്കാൻ പറ്റും, ഇന്ന ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കംഫോർട്ടിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഗിയറിൽ ചെയ്യും എന്നുള്ളതാണ്. അതും ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു ഫീച്ചറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് ടാറ്റ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്ന വയർഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ്, വയർഡ് ബൈ ഷിഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വയർഡ് ബൈ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണെന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ കൺവെൻഷണൽ രീതിയിലൊക്കെ നമ്മൾ AMD ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഗിയർ നോബിൻ്റെ എൻഡിൽ ചിലപ്പോൾ ഒരു കേബിൾ ആയിരിക്കും ഉണ്ടായിരുന്നത്. ആ കേബിൾ നേരെ ഗിയർ ബോക്സിലേക്ക് പോയിട്ട് അവിടെ ആക്ടിവേറ്റേഴ്സ് ഒക്കെ വഴിയായിരിക്കും ഈ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക്കലിയാണ്. നമ്മളിവിടെ ഒരു ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഇലക്ട്രോണിക്കലി നമ്മൾ ഇവിടുത്തെ ഉള്ള മൂവ്മെൻറ്റ് ശരിക്കും അത് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് അത് അളക്കുന്നത്. അത് അളന്നതിന് ശേഷം ഡയറക്റ്റ് അവിടുന്ന് കമാൻഡ് വഴിയാണ് ഓട്ടോമാറ്റിക്കലി ഗിയർ ബോക്സിനകത്തുള്ള ചേഞ്ചസ് സംഭവിക്കുന്നത്. അപ്പം ഇതെല്ലാം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള ഷിഫ്റ്റിങ്ങിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരും. അപ്പം ഗിയർ ബോക്സിൽ ഇത്രയൊക്കെ മേന്മകൾ കൊണ്ടുവരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ 2 കാരണങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ വാഹനത്തിൻ്റെ സ്പീഡറായിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് മെയിനായിട്ട്. അതായത് ഇപ്പോൾ സ്പോർട്സ് എഡിഷൻ വെഹിക്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പെർഫോമൻസ് എഡിഷൻ വെഹിക്കിളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നോർമൽ ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ടയറിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടണം. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ടയറിൽ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പവർ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും സാറ്റിസ്ഫയബിൾ ആവണം നിർബന്ധമില്ല. കാരണം വലിയ റേസ് ട്രാക്കുകളൊക്കെ ഒരു വാഹനം പോകുന്നു, നമ്മുടെ വാഹനത്തിന് നോർമൽ ഗിയർ ബോക്സും മറ്റുള്ളതിന് മറ്റേ DCT ഗിയർ ബോക്സും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് മറ്റവൻ കയറി പോകും. ഓക്കെ, അപ്പം പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള വാഹനങ്ങളിലാണ് മെയിനായിട്ട് ഈ ഒരു DCT കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ടാറ്റ അൾട്രോസിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇതൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഗിയറിൻ്റെ നമ്പർ ഓഫ് റേഷ്യോസിന് എണ്ണം കൂടുന്നതിനനുസരിച്ച് ജെർക്കുകളുടെ എണ്ണം കുറഞ്ഞ് കുറച്ചും കൂടെ സ്മൂത്തർ ആകുന്നതിനുള്ളൊരു പ്രോബിലിറ്റിയാണ് മൊത്തത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഇനിയിപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ മേന്മ പറഞ്ഞു, ഞാനിപ്പോൾ ഇത്ര നേരം നമുക്ക് കാല് കൊടുക്കാൻ പറ്റിയ റോഡൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കുകയാണ്, നമുക്ക് നോക്കാം. കണ്ട 80 വരെ നമ്മുടെ സ്പീഡ് അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് വാഹനം, നമുക്കറിയാം. അതിലേക്കാണ് ഇത് മെയ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ടാറ്റ ഈ ഓൾട്രോസിനാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഇനിഷ്യൽ ആയിട്ടുള്ള കാരണം വെച്ചാൽ എഞ്ചിൻ എനിക്ക് തോന്നുന്നത് നമുക്കിത് രണ്ടിൻ്റെ ഒരു കോൺസെപ്റ്റ്, കാരണം എഞ്ചിൻ്റെ പവറും ഗിയർ ബോക്സും കൂടെ റേഷ്യോ കറക്റ്റായി വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടൊരു പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സെലൂറിയ വെഹിക്കിളാണ്. അപ്പോൾ സെലൂറിയ വെഹിക്കിളിൽ നിന്ന് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്മൂത്തറായി കുറച്ചും കൂടെ ഭയങ്കര സ്മൂത്തറായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഷിഫ്റ്റാണ്. എനിക്ക് തോന്നുന്നത് മറ്റേതിനകത്ത് 5 സ്പീഡ് വരുമ്പോൾ ഇതിനകത്ത് 6 സ്പീഡായിരിക്കും വരുന്നത്. അപ്പം ഒരു ഗിയർ റേഷ്യോ കൂടെ അഡീഷണലി വരുന്നത് കൊണ്ട് ജെർക്കില്ലാതെ തന്നെ നമുക്കിത് മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈ എക്സ്പെക്റ്റേഷൻ ആയിട്ടൊന്നും നിങ്ങൾ ഇരിക്കേണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ DCT ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള വണ്ടികളൊക്കെയാണ്. അപ്പോൾ ടാറ്റ അൾട്രോസിൻ്റെ കേസ് പറയുമ്പോൾ ടോപ്പ് എൻഡ് വണ്ടികൾക്ക് പോലും ഏകദേശം 10 ലക്ഷം 11 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ എഞ്ചിൻ്റെ ഒരു പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതങ്ങനെയാണ്. ഒരു 1.2 ലിറ്റർ എഞ്ചിനാണ്. ആ 1.2 ലിറ്റർ എഞ്ചിനിലേക്കാണ് ഇത് മെയ്റ്റ് ചെയ്യുന്നത്. സാധാരണ നോർമൽ DCT വരുന്നത് 1.5 ലിറ്ററിൻ്റെ മുകളിലോട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ കൂടുതൽ വരുന്നത്. അത്തരത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഭയങ്കര വലിയൊരു എക്സ്പെക്റ്റേഷൻ ആയിട്ടൊന്നും ഈ ഒരു ടാറ്റ അൾട്രോസിൻ്റെ DCA നിങ്ങൾ എടുക്കേണ്ട. പക്ഷേ നോർമലി നമ്മൾ നോക്കുമ്പോൾ ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മികച്ച ട്രാൻസ്മിഷൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഓൾറെഡി നമ്മൾ ഈ സെലീറിയ ഓടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും നമുക്കിത് പറയാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു റെസ്പോൺസ് ഉണ്ട്. പ്രത്യേകിച്ച് ആ ഒരു നമുക്ക് എന്താ പറയുക, ആ ലാഗ് അത്രമാത്രം ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ കൂടിയ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്തല്ല പറയാം. ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് ഭയങ്കര ഡിഫറൻ്റ് ആണ്.
നിങ്ങൾ ഒരിക്കലും ഹയർ എൻഡ് ആയിട്ടുള്ള വെഹിക്കിളുമായിട്ട് കമ്പയർ ചെയ്യുക. DCT ആയതുകൊണ്ട് ഇത്ര ഭയങ്കര സംഭവമായിരിക്കുന്നു. പക്ഷേ ഇതൊരു ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഈ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി AMD-യേക്കാളും ബെറ്ററാണ് ഇതിന്, 100% AMD-യേക്കാളും ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. കാരണം എനിക്കത് അത്രയും ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം അല്ലെങ്കിൽ സെലീറെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും DCA എന്ന് പറയുന്ന ഈ ഗിയർ ബോക്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നോർമലി ഇപ്പോൾ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നോർമലി ചെറിയ കാറുകളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എന്താണെങ്കിലും ഈ വാഹനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്കിന്ന് ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് മുത്തൂറ്റ് ടാറ്റയാണ്, കൊല്ലത്തുള്ള മുത്തൂറ്റ് ടാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ ഒരു പ്ലഷർ അനുഭവിക്കുകയാണ്. നമ്മൾ എല്ലാ ടൈപ്പുള്ള വാഹനങ്ങളും നമ്മൾ ഓടിക്കുന്നുണ്ടല്ലോ, കാരണം വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഓടിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു ഗിയർ ബോക്സും ഈ ഒരു ടെക്നോളജിയും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു സെൽഫ് ലേണിംഗ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, ഇതെല്ലാം ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ വളരെ മേന്മയുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ DCA ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ ബ്രോഷറുകൾ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ കൊണ്ട് കൂടുതലായിട്ട് പഠിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ പരിമിതമായിട്ടുള്ള അറിവുകൾ എനിക്കും കൂട്ടാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.